ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് കൂടുതൽ നേതാക്കൾ. ഇലക്ട്രിക് ഓട്ടോയിൽ യാത്ര ചെയ്ത MP മനോജ് തിവാരിയും ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ കുൽജിത് സിംഗ് ചാഹലും മാതൃകയായി. ഗോരഖ്പൂർ MP രവി കിഷൻ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന സന്ദേശവുമായി സൈക്കിൾ യാത്രയും നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഇതിനോടകം നേതാക്കളും സാമൂഹിക സാംസ്കാരിക നായകരുമൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. രാജ്യതലസ്ഥാനത്ത് മന്ത്രിമാരും MP-മാരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന സന്ദേശം നൽകി ഇലക്ട്രിക് വാഹനങ്ങളിലും മെട്രോ റെയിലിലുമാണ് യാത്ര. BJP നേതാവും MP-യുമായ മനോജ് തിവാരി, NDMC വൈസ് ചെയർമാൻ കുൽജിത് സിംഗ് ചഹൽ എന്നിവർ ഇലക്ട്രിക് ഓട്ടോയിലും മെട്രോയിലും യാത്ര ചെയ്തു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് ജനങ്ങളെ സല്യൂട്ട് ചെയ്യുന്നതായും NDMC ബസ് ഷട്ടിൽ സർവീസ് ആരംഭിച്ചതായും NDMC വൈസ് ചെയർമാൻ പറഞ്ഞു. पेट्रोल डीजल सेव कर सकते हैं और बैटरी व्हीकल्स का यूज कर सकते हैं, पूल ऑटो पूल कर सकते हैं. NDMC इन सब चीजों के लिए हमने अपनी बस शटल सेवा भी शुरू करी है. बस शटल सेवा जो सभी हमारे कर्मचारियों को अपने स्थान से ले रही है, तो इसको हम आगे लेके चलते. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ MP രവി കിഷൻ സൈക്കിൾ യാത്ര നടത്തി. ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന സന്ദേശം നൽകിയായിരുന്നു MP-യുടെ സൈക്കിൾ യാത്ര. നേരത്തെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്നാലെ ആഴ്ചയിൽ 2 ദിവസം വാദം കേൾക്കൽ വെർച്വൽ രീതിയിലാക്കുന്നതിന് സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നു. യാത്രാ സൗകര്യങ്ങളിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇന്ധന ലാഭത്തിനുമായി കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാർ ഐകകണ്ഠേന തീരുമാനിക്കുകയും ചെയ്തു. ജനം, ഡൽഹി.